3-4 ദിവസങ്ങൾ കഴിഞ്ഞു. ഇന്ന് കാശി എന്നോട് ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. വീട്ടിൽ നിന്ന് മടുത്ത കാരണം ഞാനും പോവാൻ റെഡിയായി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോഴാണ് ഞാൻ കാശിയോട് ചോദിച്ചത്, അല്ല ഇന്നെന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്നെ കൂടെ കൊണ്ടുപോകാൻ? ഒരു ചെറിയ പ്രത്യേകത ഉണ്ടെന്ന് കുടിക്കും. നമ്മളിവിടെ വരേണ്ട ആവശ്യങ്ങളെല്ലാം ഓക്കെ ആയി. അപ്പോൾ ഓഫീസിൽ ആ ചാറിനെ പിടിച്ചോ? ആരവൻ? അവൻ ആരാന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഇന്ന് അവനെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കുന്നതോടുകൂടി ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ഓക്കെ ആവും. ബാക്കിയെല്ലാം നീ നാട്ടിൽ ചെന്നിട്ട്. കാശി വേറെ പ്രശ്നത്തിനൊന്നും പോണ്ടാട്ടോ. അതിനവൻ അവളെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. താനിങ്ങനെ പേടിക്കാതെടും. ഞാൻ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. എന്നാലും ചില കണക്കുകൾ ഇപ്പോഴും ബാക്കിയാണ്. അതെല്ലാം തീർക്കണം. ഞാൻ അതിനൊന്നും മിണ്ടിയില്ല. എന്തോ ഒരാവശ്യമില്ലാത്ത പേടി മനസ്സിൽ കയറിക്കൂടിയിരിക്കുന്നു. എന്തോ അരുതാത്ത സംഭവിക്കാൻ പോകുന്ന പോലെ. ചിലപ്പോൾ മനസ്സിൻ്റെ തോന്നലാവും. കാശിയുടെ ശബ്ദമാണ് എന്നെ ചിന്തകളിൽ നിന്ന് പുറത്തെത്തിച്ച്. മാളു, പിന്നെ നമ്മൾ 2 ദിവസത്തിന് നാട്ടിലേക്ക് തിരിക്കും. എനിക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. ഒന്നും വാങ്ങുന്നിട്ട് ചെന്നാൽ അക്കു എന്നെ കൊല്ലും. എങ്കിൽ നമുക്ക് നാളെ പോവാം. ഞങ്ങൾ സംസാരിച്ച് ഓഫീസിലേക്ക് ഇറങ്ങി. ഞങ്ങൾ നേരെ ഒരു മീറ്റിംഗ് ഹാളിലേക്കാണ് ചെന്നത്. കാശി നേരത്തെ തന്നെ എല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓഫീസിലുള്ള എല്ലാവരും അവിടെ ഉണ്ട്. അപ്പോഴേക്കും ഒരു സ്റ്റാഫ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. സർ, എല്ലാം റെഡിയാണ്, എല്ലാവരും എത്തിയിട്ടുണ്ട്. സാർ മീറ്റിംഗ് എന്തിനാണെന്ന് പറഞ്ഞില്ല? അതൊക്കെ പറയാമെന്നേ. മഹേഷ്, മീറ്റ് മൈ വൈഫ് ജ്വാല കാശിനാഥ്. ആൻഡ് മാളു, ദിസ് ഇസ് മഹേഷ്, ഇവിടുത്തെ HR ഹെഡാണ്. ഞാൻ അയാളെ നോക്കിയിട്ട് പുഞ്ചിരിച്ചു. അപ്പോഴേക്കും കാശി പറഞ്ഞു, മഹേഷ്, നമുക്ക് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യാം. യെസ് സർ, വരൂ. ഞങ്ങൾ മീറ്റിംഗ് ഹാളിലേക്ക് ചെന്നു. ഗുഡ് മോർണിംഗ് എവരി വൺ. കാശി മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു. നിങ്ങൾക്ക് ആർക്കും ഇപ്പോൾ എന്തിനാണ് ഇങ്ങനെ മീറ്റിംഗ് എന്ന് അറിയില്ല. അപ്പോൾ ഈ മീറ്റിങ്ങിൻ്റെ പ്രധാന ഉദ്ദേശം നമ്മുടെ കൂട്ടത്തിൽ ഒരാൾക്ക് ഒരു സ്പെഷ്യൽ റിവാർഡ് കൊടുക്കാനാണ്. അതായത് നമ്മളിൽ ഒരാൾ ഇവിടെ എക്സ്ട്രാ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് എന്തെങ്കിലും ഒന്നും കൊടുത്തില്ലെങ്കിൽ അത് മോശമല്ലേ. അപ്പോൾ ഞാനിനി കൂടുതൽ വളച്ചിട്ടാതെ ആടെ അങ്ങ് പറഞ്ഞേക്കാം. കാശി പതിയെ നടന്നിരുന്ന് മഹേഷിൻ്റെ തോളിലൂടെ കൈയിട്ട് മുന്നിലേക്ക് കൊണ്ടുവന്നു. മഹേഷ് നിന്ന് വിയർക്കാൻ തുടങ്ങി. അപ്പോൾ മഹേഷിന് അവാർഡ് കൊടുക്കാം. എല്ലാവരും അയാൾക്ക് വേണ്ടി കൈയടിച്ചു തുടങ്ങി. പെട്ടെന്നാണ് കാശി അവൻ്റെ മുഖത്തേക്ക് ആഞ്ഞടിച്ചത്. എല്ലാവരും ഞെട്ടിയവരെ നോക്കി. നിനക്ക് മനസ്സിലായി കാണുമല്ലോ ഇത് എന്തിനുള്ളതാണെന്ന്. സർ, അതിന് ഞാനെന്താ? നീ ഇനി കൂടുതൽ സംസാരിച്ച് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. എല്ലാം നല്ല കൃത്യമായിട്ട് അറിഞ്ഞിട്ട് തന്നെ ഞാനിവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് ഇനി കൂടുതൽ അഭിനയത്തിൻ്റെ ആവശ്യമില്ല. കാശി അവൻ നോക്കി പറഞ്ഞു. അവൻ്റെ തല താഴ്ന്നു. കാശി ബാക്കിയുള്ളവരെ നോക്കി പറഞ്ഞു, ഇവൻ ചെയ്ത എക്സ്ട്രാ വർക്ക് എന്താണെന്ന് വെച്ചാൽ ഓഫീസ് രഹസ്യങ്ങൾ ചോർത്തൽ, ടെൻഡർ എമൗണ്ട് ചോർത്തൽ, അങ്ങനെ പല പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനൊക്കെയായിട്ട് ഇവനെ കമ്പനിയിൽ നിന്ന് ഫയർ ചെയ്യുവാണ്. അത് കാശി മഹേഷിനെ നോക്കിയാണ് പറഞ്ഞു. പിന്നെ പോലീസ് പുറത്തുണ്ട് നിന്നെ അറസ്റ്റ് ചെയ്യാൻ ചീറ്റിങ്ങിന്. ഇനി കുറച്ചാൾ ജയിലിൽ കിടന്നു. അതിനുള്ള എവിഡൻസൊക്കെ ഞാൻ അവർക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. മഹേഷ് ഒന്നും പറയാനാവ തലയാഴ്ത്തിയിരുന്നു. കാശി അവനെ പിടിച്ച് പുറത്തേക്ക് തള്ളി. ഇനി ആരെങ്കിലും കൂടെ നിന്ന് ചതിക്കാൻ ശ്രമിച്ചാൽ ഇതായിരിക്കില്ല എൻ്റെ പ്രതികരണം. അത്രയും പറഞ്ഞ് കാശി അവൻ്റെ ഓഫീസിലേക്ക് പോയി. ബാക്കി എല്ലാവരും അവരുടെ വർക്കിലേക്ക് തിരിച്ചുപോയി. ഞാൻ ചെല്ലുമ്പോൾ കാശി അവിടെ ചെയറിൽ ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ അകത്തേക്ക് ചെന്നു. അല്ല, അവനാണെന്ന് അറിയാമായിരുന്നിട്ടും നീ എന്തിനാ അവനെ എനിക്ക് പരിചയപ്പെടുത്തന്ന്? അത് അവനിനി പരിചയപ്പെടാൻ പറ്റില്ലല്ലോ, അതാ. അങ്ങനെ. അല്ല, നിനക്കെങ്ങനെ മനസ്സിലായത് അവനാണെന്ന്? അതിനൊരു ചിരിയോടെ ചെയറിലേക്ക് ചാരിയെന്നോട് കാശി പറഞ്ഞു. ഞാനിവിടെ വന്നപ്പോൾ തന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിരുന്നു. ഓഫീസിൽ പല സ്ഥലത്തും ക്യാമറ ഒന്നും വെച്ചിരുന്നില്ല. അവിടെയൊക്കെ കുറച്ച് ഹിഡൻ ക്യാമറാസ് വെച്ചു. ആർക്കും പെട്ടെന്ന് അവിടെ ഒരു ക്യാമറ ഉണ്ടെന്ന് മനസ്സിലാവാത്ത രീതി, അതും ഒരു സ്റ്റാഫ് പോലും അറിയാതെ. അതിലവൻ കുടുങ്ങി. അവൻ പല പ്രാവശ്യം ഫയൽ ലോക്കറിൻ്റെ അടുത്ത് പോകുന്നുണ്ടായിരുന്നു. അവന് ഡൗട്ട് തോന്നിയപ്പോൾ തന്നെ എൻ്റെ ഫ്രണ്ട് വഴി അവൻ്റെ ഫോൺ ഞാൻ ടാപ്പ് ചെയ്തു. അതിൽ നിന്ന് അവൻ്റെ കോൾ ഡീറ്റെയിൽസ് കിട്ടി. റാമിനെ വിളിച്ച് ഉൾപ്പെടെ. അതോടെ അവനാണ് ആളെന്ന് മനസ്സിലായി. അങ്ങനെയാണല്ലോ അവനെ പിടിച്ച്. എന്തായാലും ഞാൻ വിചാരിച്ച പോലെ ബുദ്ധിയൊക്കെ ഉണ്ടല്ലേ. ഞാനൊന്ന് വിളിച്ചു കാട്ടി. അവിടുന്ന് മുങ്ങി കാശിക്ക് വീണ്ടും എന്തൊക്കെയോ വർക്ക് ഉണ്ടായിരുന്നു. ഇന്ന് തന്നെ എല്ലാം ക്ലിയർ ആക്കാൻ വേണ്ടിയാണ്. നാളെ കഴിഞ്ഞാൽ ഞങ്ങൾ തിരിച്ചു പോവുകയാണല്ലോ. കാശിയും ആളും കൂടി നാട്ടിലേക്ക് തിരികെ പോകാനായി തലേന്ന് തന്നെ പാക്കിങ്ങിലാണ്. ഓരോരുത്തർക്ക് വേണ്ടി വാങ്ങിയവ സെപ്പറേറ്റ് പാക്ക് ചെയ്യാൻ മാളൂരെ കാശിയെ ഹെൽപ്പ് ചെയ്തു. എല്ലാം ഏകദേശം കഴിഞ്ഞപ്പോഴാണ് കാശിക്ക് ഒരു കോൾ വരുന്നത്. ശ്രീയായിരുന്നു കോളിൽ. അവർ രണ്ടുപേരും ബിസിനസിന്റെ കാര്യങ്ങളും മറ്റും സംസാരിച്ചിരുന്നു. മാളു അപ്പോഴേക്ക് അടുക്കളയിൽ ചെന്ന് രണ്ടുപേർക്ക് കോഫി ഇട്ടുകൊണ്ട് വന്നു. കോളിൽ ശ്രീയാണെന്ന് മനസ്സിലായതും മാളു വേഗം ഫോൺ വാങ്ങി സംസാരിച്ചു. ഏട്ടൻ്റെയും അനിയത്തിയുടെയും സംസാരം കേട്ട് കാശി ചിരിയോടെ കോഫി നുണഞ്ഞിരുന്നു. അപ്പം ശരി, ഗുഡ് നൈറ്റ് ഏട്ടാ. മാളു അതും പറഞ്ഞു കോൾ കട്ട് ചെയ്ത് കാശി കൊടുത്തു. അല്ല മോളെ, ഞാൻ കുറേ കാലമായിട്ട് ചോദിക്കണമെന്ന് വിചാരിക്കുന്നു. കാശി ചോദിക്കുന്ന കേട്ടത് മാളു സംശയത്തോടെ എന്താണെന്ന് ചോദിച്ചു. അതെ, ഈ ശ്രീക്കും എനിക്ക് ഒരേ പ്രായം തന്നെയാണ്. അവൻ എനിക്ക് ശ്രീയേട്ടനും, ഞാൻ വെറും കാശിയും. അതെന്താ അങ്ങനെ? കാശിയുടെ മുഖം കണ്ടപ്പോൾ മാളുവിന് ചിരിയാണ് വന്നത്. അതോ, ഈ മോന്നുണ്ട് എങ്ങനെ കാശിയേട്ടെന്ന് വിളിക്കാൻ തോന്നുന്നു. ഒരുമാതിരി കാട്ടാള സ്വഭാവമായിട്ടല്ലേ എൻ്റെ അടുത്തേക്ക് ആദ്യം വന്ന് കാർക്കോടകൻ. മാളു അത് പറഞ്ഞിരുന്നു. കാശി ഡി എന്ന് വിളിച്ച് അവളുടെ അടുത്തേക്ക് പിടിക്കാനായി ചെന്നു. അപകടം മണത്തും മാളു അപ്പം തന്നെ സോഫയുടെ അപ്പുറത്തറ്റത്തേക്ക് എണീറ്റ് ഓടി. കാശിയെ മാളു കുറെ വട്ടം ചുറ്റിച്ചു. അവസാനം കാശി സോഫയിൽ ചാടിക്കയറി മാളുവിനെ പിടിച്ചു. പിടുത്തം കിട്ടിയതാണെങ്കിൽ അവളുടെ ടോപ്പിലും. പിടിവലിയിൽ മാളുവും കാശി നേരെ സോഫയിലേക്ക് മറിഞ്ഞു. കാശി ബാലൻസ് ചെയ്തിരുന്നുകൊണ്ട് മാളുവിൻ്റെ മടിയിലേക്കാണ് വീണത്. ഒന്നും പറ്റിയില്ലെന്ന് മനസ്സിലായതും മാളു പതിയെ കണ്ണു തുറന്നു. കാശിയുടെ മടിയിലാണ് ഇരിക്കുന്നത് മനസ്സിലായതും മാളു പെട്ടെന്ന് അവനെ തിരിഞ്ഞു നോക്കി.
ആ കണ്ണുകൾ ഇമച്ചിമാ തന്നെ നോക്കുന്നെന്ന് കണ്ടതും മാളു എണീറ്റ് മാറാൻ ശ്രമം നടത്തി. പക്ഷേ കാശി അപ്പോഴേക്ക് അവൾ ഇടുപ്പിൽ മുറുകെ പിടിച്ച് അവളെ തിരിച്ച് തന്നോട് ചേർത്തിരുന്നു. മാളു ഞെട്ടി അവനെ നോക്കിയിരുന്നു. അവന്റെ കണ്ണിലെ ഭാവം അവളെ തളർത്തിയിരുന്നു. ഇതുവരെ കാണാത്ത ഒരു ഭാവമാണ് ആ കണ്ണുകൾക്കെന്ന് അവൾ ഞെട്ടലോടെ ഓർത്തു. കാശിയുടെ കൈകൾ അവളുടെ കവിളിണകളിലൂടെ പടർന്ന് മുടിയിഴകളിലേക്ക് ഒഴുകിയിറങ്ങി. മാളുവിന്റെ ഹൃദയം ക്രമം തെറ്റി മിടിക്കാൻ തുടങ്ങി. പതിയെ അവന്റെ മുഖം തന്നിലേക്ക് അടുക്കുന്നതറിഞ്ഞത് അവൾ കണ്ണുകൾ ഇറുകെ മൂടി അവന്റെ ടീഷർട്ടിൽ പിടിമുറുക്കി. അവന്റെ ആദരങ്ങൾ കവിളിൽ പതിഞ്ഞപ്പോൾ ശരീരമാകെ തണുത്തുറഞ്ഞ പോലെ തോന്നി അവൾക്ക്. ആദരങ്ങൾ ഇരു കവിളിലും പതിഞ്ഞ് മൂക്കിൻ തുമ്പിൽ വിശ്രമം കൊണ്ടു. അവന്റെ ശ്വാസം ആദരങ്ങളിൽ പതിഞ്ഞപ്പോഴേക്കും മാളു തളർന്നു. അവളുടെ ഉയർന്ന ശ്വാസഗതി കാശിയിലെ വികാരങ്ങളെ ഉയർത്തി എഴുന്നേൽപ്പിക്കുന്നവയായിരുന്നു.